Good morning. ഞങ്ങൾ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വരികയാണ്. എൻ്റെ പേര് റിച്ചു, ഇത് മിക്കു, ഇത് ഞങ്ങളുടെ പ്രോജക്റ്റ് ഗൈഡ് ഡോക്ടർ പി ജീനോപോൾ, ഇത് ശ്രീകുമാർ സാർ, അത് പ്രദീപ് സാർ. ഞങ്ങൾ ഇവിടെ അവതരിക്കുന്ന പ്രോജക്റ്റിൻ്റെ പേരാണ് സെൻട്രൽ കൺട്രോൾ അലാം ഫോർ ഡിസാസ്റ്റർ അലർട്ട്. ഈ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന മെത്തേഡാണ്. ഇപ്പോൾ ഏതൊരു പവർ പ്ലാന്റിലാണോ ഒരു കെമിക്കൽ ഫാക്ടറിയിലോ ഒരു ഗ്യാസ് ഫാക്ടറിയിലോ ആണെങ്കിലും ഒരു ഗ്യാസ് ലീക്ക് ആവുകയോ എന്തെങ്കിലും ഒരു മാൽ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും ഇതിനകത്ത് മാത്രമേ ഒരു അലാം സിസ്റ്റം ഡെവലപ്പ് ആകത്തുള്ളൂ. അത് ചുറ്റുപാടുള്ള ഒറ്റ ഒരു വീടുകളിലും അത് എത്തുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഡിറ്റക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ ഈ അലാം പ്രവർത്തിക്കുന്നു ഞങ്ങൾ ആ ഒരു ഡിറ്റക്ടർ വെച്ച് ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിഷൻ ലൈൻ ഇൻജെക്ട് ചെയ്യുന്നു. ആ ട്രാൻസ്മിഷൻ ലൈൻ ചുറ്റുമുള്ള എല്ലാ വീടുകളിലും പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിറ്റക്ടറിലേക്ക് ഈ ഹൈ ഫ്രീക്വൻസി എത്തിക്കുന്നു. അതുവഴി ഈ ഡിറ്റക്ടർ ഒരു അലാം സിസ്റ്റം പുറപ്പെടുവിക്കും. അതുവഴി എല്ലാവർക്കും സേഫ് പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഒരു ഡെമോ ഇത് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഗ്യാസ് ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഒരു അലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിപ്പം ചിലപ്പോൾ ഒരു മാൽ ഫംഗ്ഷൻ കൊണ്ടേ സംഭവിക്കുന്നതെങ്കിൽ അതൊരു പ്രശ്നമാകും. അതിനുവേണ്ടി ഞങ്ങൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 5 to 10 മിനിറ്റ്സിലേക്ക് ഇത് നീളുകയാണെങ്കിൽ ഞങ്ങൾ വേറൊരു സിഗ്നൽ പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് കറക്റ്റ് ഒരു മെസ്സേജാണ്. എത്ര വട്ടലും സേഫ് പ്ലേസിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. താങ്ക് യു. ഈ പ്രൊജക്റ്റ് നമുക്ക് അറ്റോമിക് പവർ പ്ലാന്റോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കെമിക്കൽ ഫാക്ടറീസ് ഏത് ഫാക്ടറീസ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ലോ കോസ്റ്റ് ആണ്. നമുക്ക് ഈ റോമിന് പകരം നമുക്കൊരു ഓസിലേറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ചീപ്പായിരിക്കും.